ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ SBI ATM കാർഡ് ഉപയോഗിച്ച് SBI ATMിൽ പോയി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകൾ കിട്ടാൻ വേണ്ടി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള ATM, അപ്പോൾ SBI ATMിൽ നിങ്ങൾ ചെല്ലുക. അടുത്തുള്ള SBI ATM കൗണ്ടറിൽ നിങ്ങൾ ചെന്നതിന് ശേഷം നിങ്ങളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ട്രാൻസാക്ഷൻ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മുടെ ഈ കാർഡ് ATM മെഷീനിൽ നിന്ന് എടുക്കരുത്. അപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാങ്കിങ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലീസ് എൻ്റർ യുവർ പിൻ. അപ്പോൾ നിങ്ങളുടെ 4 അക്ക പിൻ നമ്പർ, നിങ്ങൾ സീക്രട്ട് പിന്ന് ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സീക്രട്ട് പിന്ന് ഇവിടെ എൻ്റർ ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് സെലക്ട് ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം, ഡെപ്പോസിറ്റ്, ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ക്യാഷ് വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഫാസ്റ്റ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ താഴത്തിനായിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പോൾ ക്യാഷ് വിഡ്രോവൽ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും 2 ഓപ്ഷൻസ് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫ്രം സേവിങ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് കാണാം പ്ലീസ് എൻ്റർ യുവർ എമൗണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ATMിൽ നിന്നും നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങൾ ഇവിടെ വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ എമൗണ്ട് ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത് 2000 ആണ്. അപ്പോൾ അതിനുശേഷം എസ് എന്ന് പറഞ്ഞ താഴത്തിനായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു 10,000 രൂപ മുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ OTP ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസാക്ഷൻ ആസ് ബി പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ OTP ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചാനലിലൂടെ തന്നെ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ യോനോയും SBI അങ്ങനെയുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ബാങ്ക് സംബന്ധമായ വീഡിയോകളെല്ലാം ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ മാക്സിമം കയറി കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് എത്തും വരെ ബൈ.